ഹലോ മയൂസ്, ഐ ആം യുവർ മാൻ ഉമർ. ഗൈസ്, ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം. അതായത് നമ്മുടെ വൺ പീസിൻ്റെ എൽബാഫാർക്ക് ഇന്ന് വൈകിട്ട് ഫസ്റ്റ് എപ്പിസോഡ് തന്നെയാണ്, സീസൺ 2. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കണം എന്ന് തോന്നി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ വൺ പീസ് മാങ്ക ചാപ്റ്റർ 1180, അതായത് നമ്മുടെ ഇമൂനെ കാണിച്ച് നിർത്തിയൊക്കെയുള്ള ഗൈസ്. അപ്പം അതിൻ്റെ ഒരു ഹൈപ്പ്, ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ ഒരു ഇത്, അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ഒരു ആ ചാപ്റ്റർ വെച്ച് കിളി പോയിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി. എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല ഗൈസ്, എന്തോ എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ റെക്കോർഡ് ഓണാക്കി വെച്ചേക്കാണ്, അല്ലെങ്കിൽ വീഡിയോ ഓണാക്കി വെച്ചേക്കാണ്. അപ്പോൾ സോറി ഗൈസ്, റെക്കോർഡ് ഓണാക്കി കണ്ട ഗൈസ്, ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും റെക്കോർഡ് ഓണാക്കി വെച്ചേക്കാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. എന്താ സംസാരിക്കേണ്ടതെന്ന് പോലെ അറിയാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എപ്പിസോഡിനെ കുറിച്ച് പറയണം. മാങ്കേനെ കുറിച്ച് പറയാം ഗൈസ്. നമ്മുടെ മാങ്ക ഇമൂനെ കാണിച്ചല്ലേ ഗൈസ്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഫേസും റിവീൽ ചെയ്യുമെന്ന്, എൽബാഫിലും വരുമെന്ന്. അതെന്തായാലും നടന്ന്. പിന്നെ അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം ഗൈസ്. അതായത് ഞാൻ ഇന്നിങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തു പോയി ഗൈസ്. അതായത് നമ്മുടെ ചാനൽ കണ്ടൻറ്റ്സ് അങ്ങനെ ഇന്ന ഇതൊന്നുമില്ല ഗൈസ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കണത്. നോക്കാം. ഞാൻ ഇപ്പം എന്തായാലും പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോയി ഗൈസ്. അതായത് ഒരു ഇൻസ്റ്റയുടെ പേജിൽ അവർ ഇട്ടേക്കുന്നതാണ് പലരുടെയും അസംഷൻസാണ്. അതായത് അസംഷൻസ് തന്നെയാണെന്ന് അറിയാൻ പാടില്ല കറക്റ്റ് വേഡിങ്. അതായത് ഒരു സ്ട്രോ ഹാറ്റ് ഈ മൂടെ കയ്യിൽ നിന്ന് കൊല്ലപ്പെടും എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്കത് കാഴ്ചപ്പോൾ ഒരു ബാഡ് ഫീലായിട്ട് ഗൈസ് അടിച്ച്. അങ്ങനെ വേണ്ടാന്ന്. കാരണം ബാഡ് ഫീലിനെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതെനിക്ക് അത്ര ഇഷ്ടമായില്ല ഗൈസ്, ആ ഒരു അസംഷൻ അല്ലെങ്കിൽ ആൾക്കാരങ്ങനെ പറയുന്നത്. കാരണം ഞാനത് കാണാൻ ഒരിക്കലും ആഗ്രഹിക്കണില്ല. ഒരാൾ ക്രൂയിൽ നിന്ന് പോവാന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര അങ്ങ് അത്രയില്ല, ഒട്ടും അത് പറ്റുന്ന കാര്യമല്ല എൻ്റെ ഒരു ഇതിൽ. പക്ഷെ അത് പലരും പറയുന്നത് അങ്ങനെ നടക്കുകയാണ്. ഓട് ഓൾറെഡി പറഞ്ഞത്, അതായത് ഒരു സ്ട്രോ ഹാറ്റ് മരിക്കും എന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പറയുന്നതും അങ്ങനെ. ഞാൻ പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് ഇവിടെ പറഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് അങ്ങനെ ഞാനങ്ങ് വായിച്ചതായിട്ടില്ല, വീഡിയോ കണ്ടതായിട്ട് എനിക്ക് ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ കൂടെ ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ ഗൈസ്. ഞാനത് ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്. പലരും പറയേണ്ടത് ഉസപ്പായിരിക്കുന്നു, ചിലവർ പറയേണ്ടത് ജിമ്പായിരിക്കുമെന്ന്. കൂടുതൽ പേരുടെ അസംഷൻസ് അല്ലെങ്കിൽ അവരൊരു ഊഹം കണ്ടത് സോറി ഗൈസ്, ഉസപ്പ് എന്നുള്ള രീതിയിലാണ്. എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഞാൻ എന്തായാലും ഞാൻ ഒരു ഗസ്സും പറയല്ല ഇങ്ങനെ ആൾ മരിക്കുമെന്ന്. എൻ്റെ ആഗ്രഹം ആരും അങ്ങനെ ഉണ്ടാവരുത്, നമ്മുടെ ക്രൂ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗൈസ്? നിങ്ങൾ അത് പറ. ഭയങ്കര ഇതായത് കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും. കാരണം ഇവിടെ പറഞ്ഞൊന്നും പറയുന്നുണ്ട്, അങ്ങനെ എനിക്കതിനെ കാണാൻ ആഗ്രഹമില്ല. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ് എന്തായാലും. പിന്നെ നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ബ്രേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു ഗൈസ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ ബ്രേക്ക് അല്ല എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. ഇനി പിന്നെയും തെറ്റുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട് ഗൈസ്. നമ്മുടെ ഫേസ് റിവീൽ ചെയ്ത് ഭയങ്കര കിടിലം ഇതായിട്ട് എനിക്ക് ഫീൽ ആയത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അടുത്ത ചാപ്റ്ററിൽ ലൂഫിയും നമ്മുടെ ഈ കൂടി ഫേസ് ടു ഫേസ്, പിന്നെ ലോക്കി ഉണ്ടാവും. എനിക്കത് ഭയങ്കര ഇതായിട്ട് എങ്ങനെ ഇരിക്കും ഇത് ഒരു പിടിയില്ല. പിന്നെ പിന്നെ വേറൊരു അസംഷൻ കേട്ടത്, അതായത് നമ്മുടെ സബോഡിയിലായിരുന്നില്ല നമ്മുടെ ലൂഫിയൊക്കെ സാധനം കണ്ട് പോണത് സബോഡിയിലായിരുന്ന ഗൈസ് എൻ്റെ ഇത് ശരിയാണെങ്കിൽ. അപ്പോൾ അതുപോലെ ഇവർക്ക് പിന്നെയും ഒരു ഫിയർ എന്നുള്ള രീതിയിൽ വരും എന്നൊക്കെ ഒരു അസംഷൻസ്. പക്ഷേ ഞാൻ അത് വിചാരിക്കണില്ല. എനിക്ക് ഈ അസംഷൻ മാത്രമാണ് എന്തോ ഒരു ഇത്, ഈ ഒരാൾ പോകുന്നുള്ള രീതിയിൽ ക്രൂവിൽ. അതെനിക്ക് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അത്ര കേട്ടിട്ട് അത്ര ഇതായില്ല. പിന്നെ നമുക്ക് നോക്കാം എന്തായാലും. എൻ്റെ ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ആഗ്രഹം അതാട്ടെ കേസ്. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ പിന്നെന്താ പിന്നെ ഇപ്പോൾ ഒന്നും കിട്ടില്ല കേസ്. പിന്നെ നമ്മുടെ ഇതിലേക്ക് വരാം, നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നെയാണെങ്കിൽ ഭയങ്കരമായിട്ട് കാത്തിക്കട്ടെ കേസ്. എങ്ങനെയെങ്കിലും എപ്പിസോഡ് കണ്ടിങ്ങനെ ഓർത്തിട്ട് നമ്മുടെ എൽബാഫിൽ എത്തുന്നതാണെങ്കിലും. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ ഇത് തുടങ്ങുന്നത് എനിക്കൊന്ന് ബെർത്തലോമിയും നമ്മുടെ ഷാങ്സിൻ്റെയും സീൻ കാണിച്ചിട്ടാണെന്ന് തോന്നണത്. മറ്റേ ഷാങ്സ് ബെർത്തലോമിയും കൊണ്ട് ഫേക്ക് പോയിസൺ കുടിപ്പിക്കുന്ന ആ സംഭവത്തിലാണെന്ന് എനിക്ക് തോന്നണം. ആ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും തോന്നണം മെയിനായിട്ട് ഇന്ന് ഉണ്ടാവണത്. പിന്നെ ലൂഫിയൊക്കെ എൽബാഫിൽ എത്തുന്നതാണെങ്കിലും അടിപൊളിയായിരിക്കും ഗൈസ്. നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. ഇനി എങ്ങനെയായിരിക്കും ഈ നമ്മുടെ ടോയ് ഇത് സെറ്റ് ചെയ്ത് വെക്കണേന്ന്, അതായത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല, അതായത് വാക്ക് കിട്ടണില്ല. എന്താണ് ആ വിഷ്വൽ എങ്ങനെയായിരിക്കും അവർ കൊണ്ടുതന്നെയെന്നൊക്കെ ഓർത്തിട്ട് ഒരു ഹൈപ്പായിട്ട് നിൽക്കുകയാണ് കാണാൻ വേണ്ടി. എക്സ്പെക്റ്റേഷൻ ഓവർ ദ ടോപ്പ് എക്സ്പെക്റ്റേഷൻ മൈൻഡ് എന്തുട്ടാ പറയുക, ഒന്നും കിട്ടില്ല. നിങ്ങളുടെ എന്താണ് കേസ് എക്സ്പെക്റ്റ് ചെയ്യണത്? നിങ്ങളിത് പറ. പിന്നെന്താ പറയുക, ഒരുപാട് അറിയണമെന്നുണ്ട്, ഇപ്പോൾ ഒന്നും കിട്ടണില്ല.
ഞാൻ ഇവിടെ വെച്ച് നിർത്തിട്ട് ഗൈസ്. ഇപ്പം എന്താ പറഞ്ഞതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ആവശ്യമുള്ള കാര്യമാണോ ഇത്, കണ്ടൻറ്റിലുള്ള വീഡിയോ ആണെന്ന് പോലും അറിയാൻ പാടില്ല. ഇത് വെറുതെ ഒരു സംസാരം പോലെ ആയിപ്പോയെന്ന് തോന്നണം. എന്തായാലും ഞാൻ ഇത് ഇടുമായിരിക്കും ഗൈസ് മിക്കവാറും. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ താല്പര്യം ഉണ്ടോ? നിങ്ങൾ എങ്ങനത്തെയാണ് വീഡിയോസാണ് എക്സ്പെക്റ്റ് ചെയ്യണം, എങ്ങനത്തെയാണ് വേണ്ടതെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയട്ടെ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. താങ്ക് യു, ബൈ.